ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഇംപ്രൂവ്മെന്റ് എന്ന് പറയുന്നത് അയാളുമായിട്ടുള്ള ബന്ധമാണ്. അത് നിരന്തരം എത്രത്തോളം സമയം എനിക്ക് ഞാനുമായിട്ടുള്ള ബന്ധം, അതാണ് ഒരു മനുഷ്യന്റെ ഇംപ്രൂവ്മെന്റ്. അതായത് അയാൾക്ക് മറ്റൊരാൾക്കോടും ഒന്നും പ്രൂവ് ചെയ്യാനില്ല. ഐ ആം പ്രൂവ്ഡ് ടു മൈസെൽഫ് എന്നുള്ളതാണ് ആ ഇംപ്രൂവ്മെന്റ് എന്ന് പറയുന്നതിന്റെ ആ പ്രോസസ്സ് വർക്ക് ചെയ്യണത്. അല്ലാതെ ഇത്രയും കാലം ജീവിച്ചിട്ട് ഇപ്പോഴും അവനവനുമായിട്ട് ബന്ധമില്ലാതെ കുറെ പൈസ ഉണ്ടാക്കുക, കുറെ സ്വത്ത് ഉണ്ടാക്കുക, അല്ലെങ്കിൽ ജോലിക്ക് പോവുക, അല്ലെങ്കിൽ കഷ്ടപ്പാട് അനുഭവിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. ജീവിതത്തിൽ യാതൊരു കഷ്ടപ്പാടും ആർക്കും ഇല്ല. അപ്പൊ ആരെങ്കിലും ഇപ്പം കഷ്ടപ്പാടായിട്ട് തോന്നിയിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ആ കഷ്ടപ്പാടെന്ന് പരിശോധിച്ചിട്ട് നമ്മളുമായിട്ടുള്ള ബന്ധം, കാരണം ഞാനിവിടെ ജീവിച്ചിരിക്കാനുള്ള ആ ഒരു ബേസ്, അതാണ് ഇംപ്രൂവ്മെന്റ്. എത്രത്തോളം ഞാനിവിടെ ജീവിച്ചിരിക്കാനുള്ള ആ കാരണവുമായിട്ടുള്ള ആ ഒരു ബേസിക് കാര്യങ്ങളുമായിട്ടുള്ള ബന്ധം നമ്മളിൽ ഉണർന്നു വരുന്നതാണ് ഒരു മനുഷ്യന്റെ ഇംപ്രൂവ്മെന്റ്. ഇത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയെങ്കിലും നടന്നു പോകും, അതെല്ലാം ബേസ് അല്ലേ, അതെല്ലാം ഏറ്റവും ലോ ലെവലല്ലേ എന്നൊക്കെ പറയുമ്പം, എന്നിട്ട് അത് പറഞ്ഞിട്ട് അവനവന്റെ ജീവനോ ജീവിതമോ നിലനിർത്താൻ കഴിയാത്ത ഒട്ടനവധി കാര്യങ്ങളുടെ പുറകെ പോവാണ്. അതായത് ഞാനിവിടെ ഉണ്ട് എന്നുള്ളതാണ് എന്നും ഒരാളുടെ വർക്ക്. ആ ഉള്ള അവസ്ഥക്ക് കോട്ടം വരാതെ കൊണ്ട് നടക്കുക എന്നുള്ളതാ. ഇത് ഉള്ളതിനെ കാണുന്നില്ല, ഉള്ളത് ഞാൻ ഉണ്ടാക്കിയതാണ് എന്നുള്ള തോന്നലിൽ ഞാൻ പിന്നെയും കുറേ കാര്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഓടി നടക്കുക. എന്നിട്ട് അതിന് ഞാൻ ഇംപ്രൂവ്മെന്റ് എന്ന് വിളിക്കുന്നത്. അതൊരിക്കലും ഇംപ്രൂവ്മെന്റ് അല്ല. അവനവൻ ചെയ്യുന്ന പ്രവൃത്തിയെ എത്രത്തോളം എനിക്ക് അറിഞ്ഞുകൊണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, ആ സത്യസന്ധമായ അവസ്ഥയാണ് ഇംപ്രൂവ്മെന്റ്. അല്ലാതെ ഇവിടെ ഈ ബോധമില്ലാത്ത കുറച്ച് ആൾക്കാർ ഉണ്ടാക്കി വെച്ച ഈ പൈസയും നോട്ടും കടലാസും അല്ലെങ്കിൽ അധികാരങ്ങളും അല്ലെങ്കിൽ അലങ്കരിക്കുന്ന ഓരോ സ്ഥാനങ്ങളും ഒന്നും ഇംപ്രൂവ്മെന്റ് അല്ല. ഇംപ്രൂവ്മെന്റ് എന്ന് പറയുന്നത് ഈ ആകാശവും ഭൂമിയും ഇവിടെ നിലനിൽക്കാനുള്ള കാരണം പോലെയാണ് ഞാൻ നിലനിൽക്കുന്നതെന്ന് അറിയണതാ. അതിനേക്കാൾ വലിയ ഇംപ്രൂവ്മെന്റ് എന്താ ഉള്ളത്? വേറെ ഇങ്ങനെ കഷ്ടപ്പെട്ട് ജീവിച്ചിട്ട് അതിലേക്ക് നോക്കാൻ പോലും പറ്റണില്ല. അപ്പൊ ഞാൻ കുറെ എൻ്റെ ബാങ്ക് അക്കൗണ്ട് കൂടുന്നതിനനുസരിച്ച് ഞാൻ ഇംപ്രൂവ്ഡ് ആയി എന്നാണ് വിചാരിക്കണത്. മനസ്സിലായ? അല്ലാതെ ഒരു പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ശരീരവും ഒരു പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയും എന്നിലുണ്ട്. ആ അനുഭവത്തെ ഞാൻ മെച്ചപ്പെടുത്തുക, അതാണ് ഇംപ്രൂവ്മെന്റ്. എത്രത്തോളം കാം ആൻഡ് ക്വയറ്റിൽ എനിക്ക് എന്നെ കൊണ്ടുപോകാൻ സാധിക്കുക, അതാണ് ഇംപ്രൂവ്മെന്റ്. ആ എനർജി അല്ലെങ്കിൽ ആ വൈബ്രേഷൻ കൂടെയുള്ളവരുമായിട്ട് അത് തിരിച്ചറിയുന്ന ആൾക്കാരുമായിട്ട് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് ഇംപ്രൂവ്മെന്റ്.